നമസ്കാരം. ആലപ്പി അഷ്റഫ് കണ്ടതും കേട്ടതും എന്ന എൻ്റെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ജീവിതത്തിലെ മുറിപ്പാടുകളെ നക്ഷത്ര ചിഹ്നമായി മാറ്റുന്നവരാണ് ജീവിതത്തിൽ വിജയിക്കുന്നത്. പ്രതികൂല സാഹചര്യങ്ങളെയും അവസരങ്ങളെയും അനുകൂലമാക്കി മാറ്റുമ്പോഴാണ് ജീവിതത്തിന് അർത്ഥമുണ്ടാകുന്നത്. ഒരുപാട് പ്രതിസന്ധികളെ ജീവിതത്തിൽ നേരിട്ട് അതിനെയൊക്കെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് ഒരു സാമ്രാജ്യം തന്നെ കെട്ടിപ്പടുത്ത നിർമ്മാതാവും തിയേറ്റർ ഉടമയുമൊക്കെയായ ലിബർട്ടി ബഷീറിന്റെ അനുഭവ കഥകളിലൂടെ നമുക്കൊന്ന് കണ്ണോടിക്കാം. 1986 ഞാൻ സംവിധാനം ചെയ്ത ഒരു ഹൊറർ മൂവിയാണ് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും എന്ന ചിത്രം. അത് നിർമ്മിച്ചിരുന്നത് ജി സുരേഷ് കുമാറും സനൽകുമാറും സന്തോഷും ചേർന്നാണ്. ശങ്കർ, മേനക, രതീഷ്, ലിസി, ജഗദീഷ് ശ്രീകുമാർ, കവിയൂർ പൊന്നമ്മ, നടൻ ജനാർദ്ദനൻ ചേട്ടന്റെ മകൾ ലക്ഷ്മി, ഗണേഷ് കുമാർ, രാമു, കുഞ്ചൻ തുടങ്ങിയവരായിരുന്നു അതിലെ അഭിനേതാക്കൾ. ജെ വില്യംസ് ആയിരുന്നു അതിന്റെ ക്യാമറ ചലിപ്പിച്ചിരുന്നത്. ഈ മൂവിക്ക് വേണ്ടി ഒരു പഴയ കാല ബംഗ്ലാവ് കഥയ്ക്ക് ആവശ്യമായിരുന്നു. അത് ലഭിച്ചതാകട്ടെ തലശ്ശേരിയിലുള്ള പ്രണവം മൂസായുടെ കടൽ തീരത്തുള്ള ഭീമാകാരവും മനോഹരവുമായ ഒരു ബംഗ്ലാവായിരുന്നു. ആ ബംഗ്ലാവിൽ തന്നെയായിരുന്നു ഞങ്ങളൊക്കെ താമസിച്ച് ഷൂട്ടിംഗ് നടത്തിയിരുന്നത്. തലശ്ശേരിയിൽ ആദ്യമായിട്ടാണ് ശങ്കറും മേനകയും രതീഷും ലിസിയും ഒക്കെ എത്തുന്നത്. അത് കാരണം അവിടെ നിയന്ത്രിക്കാൻ പറ്റാത്ത വിധം ജനസാഗരങ്ങൾ വന്നു ചേർന്നു. നിരവധി പോലീസുകാരെ വെച്ചായിരുന്നു ആൾക്കൂട്ടത്തെ നിയന്ത്രിച്ചിരുന്നത്. ആ ബംഗ്ലാവിൽ ഷൂട്ടിംഗ് നടക്കുന്ന ഇടത്തിലേക്ക് ആരെയും കടത്തിവിട്ടിരുന്നില്ല. എന്നാൽ ഒരു ദിവസം ഒരാൾ എങ്ങനെയോ കടന്ന് ഉള്ളിൽ വന്നു. അദ്ദേഹം എന്റെ കയ്യിൽ ഒരു കത്തേൽപ്പിച്ചു. അത് അവിടെയുള്ള ഒരു തിയേറ്ററിന്റെ ഉടമ തന്നുവിട്ട കത്താണെന്ന് പറഞ്ഞു. അന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു ഓലമേഞ്ഞ തിയേറ്റർ ആയിരുന്നു ലിബർട്ടി തിയേറ്റർ. ആ തിയേറ്ററിന്റെ ഉടമയാണ് കത്ത് കൊടുത്തുവിട്ടത്. ഞാൻ ആ കത്ത് തുറന്നു വായിച്ചു. എന്റെ പേര് ബഷീർ എന്നാണ്. ഞാൻ ലിബർട്ടി തിയേറ്ററിന്റെ ഉടമയാണ്. നിങ്ങൾക്കെല്ലാവർക്കും വൈകുന്നേരം ഞാനൊരു പാർട്ടി തരുവാൻ ആഗ്രഹിക്കുന്നു. സമ്മതമാണെങ്കിൽ അറിയിക്കുക എന്നതായിരുന്നു കത്തിലെ ഉള്ളടക്കം. അപ്പോൾ എന്റെ അടുത്തുണ്ടായിരുന്ന രതീഷിനെയും സുരേഷിനെയും ഒക്കെ ഞാൻ ആ കത്ത് കാണിച്ചു കൊടുത്തു. രതീഷ് പറഞ്ഞു, തിയേറ്റർ ഉടമയല്ലേ, നമുക്കൊന്ന് ചെല്ലാമെന്ന്. അങ്ങനെ വന്ന ആളോട് സമ്മതം അറിയിക്കുകയും ചെയ്തു. അയാൾ ചെല്ലുന്ന ആൾക്കാരുടെ എണ്ണവും മറ്റും ചോദിച്ച് സമയവും ഫിക്സ് ചെയ്ത് മടങ്ങി. അന്ന് രാത്രി അവിടെയുള്ള ഒരു ഡോക്ടർ രാധയുടെ വീടിന്റെ ടെറസിൽ ഗംഭീരമായ ഒരു പാർട്ടി ഞങ്ങൾക്കായി അറേഞ്ച് ചെയ്തു. വിഭവ സമൃദ്ധമായ തലശ്ശേരി ഭക്ഷണങ്ങളുടെ ഒരു മേള തന്നെയായിരുന്നു. അവിടെ വെച്ചാണ് ഞാൻ ആദ്യമായി ലിബർട്ടി ബഷീറിനെ പരിചയപ്പെടുന്നത്. അദ്ദേഹത്തെ അന്ന് അവിടെ അറിയപ്പെട്ടിരുന്നത് സിമന്റ് ബഷീർ എന്നായിരുന്നു. അന്നത്തെ കാലത്ത് സിമന്റ് ലഭിക്കണമെങ്കിൽ ഗവൺമെന്റിന് അപേക്ഷ സമർപ്പിച്ച് വാങ്ങുന്ന കാലമായിരുന്നു. ബഷീർക്കൊക്കെ സിമന്റിന്റെ ഏജൻസി ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് സിമന്റ് ബഷീർ എന്ന വിളിപ്പേര് ലഭിച്ചത്. അന്ന് അവിടുത്തെ പാർട്ടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വളരെ സന്തോഷമായി പിരിഞ്ഞു. അന്നത്തെ കാലത്ത് ഷൂട്ടിംഗ് നടക്കുന്ന ഇടങ്ങളിൽ ഇങ്ങനെയൊക്കെയുള്ള പാർട്ടികൾ നടക്കുന്നത് സാധാരണമാണ്. അതോടെ ആ ബന്ധങ്ങൾ അവിടെ അവസാനിക്കാറുമുണ്ട്. എന്നാൽ ഇവിടെ ബഷീർക്കയുടെ കാര്യത്തിൽ അപ്രതീക്ഷിതമായ ചില ട്വിസ്റ്റുകൾ സംഭവിച്ചു. ഷൂട്ടിംഗ് മുഴുവൻ കഴിഞ്ഞ് എല്ലാവരും പിരിയുന്ന സമയം സുരേഷും രതീഷും സന്തോഷും ഒക്കെ അവിടെ നിന്നും മൂകാംബികയിൽ പോയിട്ട് മാത്രമേ നാട്ടിലേക്ക് തിരിക്കുന്നുള്ളൂ എന്ന് തീരുമാനിച്ചു. അപ്പോഴേക്കും എനിക്ക് ബഷീർക്കയുടെ ഒരു ഫോൺ കോൾ വന്നു. ഞാൻ ബഷീർക്കയോട് യാത്ര പറഞ്ഞു. ഞാൻ നാട്ടിലേക്ക് പോവുകയാണെന്നും മറ്റുള്ളവരൊക്കെ മൂകാംബികയിൽ പോയിട്ട് മാത്രമേ തിരിച്ച് നാട്ടിലേക്കുള്ളൂ എന്നും ബഷീർക്കയോട് പറഞ്ഞു. അത് കേട്ടയുടൻ ബഷീർക്ക പറയുന്നു, എന്നാൽ നമുക്കും പോകാം മൂകാംബികയിലേക്ക്, ഞാനും വരാം. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ചേർന്ന് അന്ന് തന്നെ മൂകാംബികയിലേക്ക് യാത്ര തിരിച്ചു. ആ യാത്രയിലും ഒന്നിച്ചുള്ള താമസ വേളകളിലുമൊക്കെയാണ് ബഷീർക്കയെ കൂടുതൽ അടുത്തറിയാനും മനസ്സിലാക്കാനും സാധിച്ചത്. തലശ്ശേരിയിൽ നിന്ന് 2 വാഹനങ്ങളിലായി പുറപ്പെട്ടത് മുതൽ ദിവസങ്ങൾ കഴിഞ്ഞ് തിരിച്ചെത്തുന്നത് വരെ ഞങ്ങളെ ആരെയും കൊണ്ടും ഒരു ചില്ലി പൈസ പോലും അദ്ദേഹം ചെലവാക്കിച്ചിട്ടില്ല. സിമന്റ് ബിസിനസിന് മുൻപ് അദ്ദേഹത്തിന് സ്വർണ്ണക്കടത്ത് ബിസിനസ് ഉണ്ടായിരുന്നുവെന്നും അത് പൂർണ്ണമായി നിർത്തിയെന്നും അദ്ദേഹം ഞങ്ങളോട് പറയുകയുണ്ടായി. എന്നാൽ അതിൽ നിന്നും അദ്ദേഹം ധാരാളം പണം സമ്പാദിച്ചിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ആ ബിസിനസ് നിർത്താൻ കാരണം കോഫെ പോസ പ്രകാരം അദ്ദേഹത്തിന് കുറച്ചുനാൾ അകത്ത് കിടക്കേണ്ടതായി വന്നു. ബഷീർക്ക തന്നെയാണ് അദ്ദേഹത്തെ സംബന്ധിച്ച നല്ലതും ചീത്തയുമായ എല്ലാ കാര്യങ്ങളും മറച്ചു വെക്കാതെ ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത്.
ചെയ്തിട്ടുള്ളത്. പണ്ട് ഈ ബിസിനസ് നടത്തിയിട്ടുണ്ടെങ്കിലും ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ, അദ്ദേഹം വളരെ സത്യസന്ധനാണ്. ഇത്രയും കാലമായി അദ്ദേഹം ഒരു കള്ളം പറഞ്ഞതായി എന്റെ അറിവിലില്ല. ഇത് ഞാൻ അദ്ദേഹത്തെ വെള്ളപൂശാൻ പറയുന്നതല്ല, അദ്ദേഹത്തെ അടുത്തറിയാവുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. മൂകാംബികയിലെ ഹോട്ടൽ താമസത്തിനിടയിലാണ് അദ്ദേഹത്തിന് സിനിമാ നിർമ്മാണ രംഗത്തേക്കും വിതരണ രംഗത്തേക്കും ഒക്കെ ഇറങ്ങാനുള്ള ആഗ്രഹം ഞങ്ങളെ അറിയിക്കുന്നത്. ഞാൻ സംവിധാനം ചെയ്ത് ഈരാളി നിർമ്മിച്ച മമ്മൂട്ടി നായകനായ കൊട്ടും കുരവയും എന്ന ചിത്രമാണ് അദ്ദേഹം ആദ്യമായി വിതരണം ചെയ്യുന്നത്. തുടർന്നാണ് IV ശശിയുമായി അദ്ദേഹം കൈകോർക്കുന്നത്. ഇൻസ്പെക്ടർ ബൽറാം, താരാദാസ്, വർത്തമാനകാലം തുടങ്ങിയ IV ശശിയുടെ സിനിമകളും പട്ടണത്തിൽ സുന്ദരൻ എന്ന ദിലീപ് ചിത്രവുമെല്ലാം ഇദ്ദേഹം നിർമ്മിച്ചതാണ്. ഇതിനിടെ PKR പിള്ള എന്ന നിർമ്മാതാവ് 2 ചിത്രങ്ങൾ ഒന്നിച്ച് നിർമ്മിച്ചു. മമ്മൂട്ടിയുടെ നായർ സാബും മോഹൻലാലിന്റെ ചിത്രവും. പിള്ളച്ചേട്ടന് സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നപ്പോൾ ഈ 2 ചിത്രങ്ങളിൽ ഒരെണ്ണം ബഷീർക്ക ഏറ്റെടുക്കണമെന്ന് പിള്ളച്ചേട്ടൻ ബഷീർക്കയോട് അഭ്യർത്ഥിച്ചു. പൂർത്തിയായ 2 ചിത്രവും ഇട്ട് കണ്ട ബഷീർക്ക നായർ സാബ് ഏറ്റെടുക്കുകയാണ് ഉണ്ടായത്. ചിത്രം എന്ന സിനിമയോട് അദ്ദേഹത്തിന് അത്രത്തോളം വിശ്വാസം വന്നില്ല. എന്നാൽ റിലീസ് കഴിഞ്ഞപ്പോൾ ചിത്രം 365 ദിവസം ഓടി അതുവരെയുള്ള എല്ലാ റെക്കോർഡുകളും ബ്രേക്ക് ചെയ്തു. അത് കൈവിട്ടു പോയത് ബഷീർക്കയ്ക്ക് പറ്റിയ വലിയൊരു പാളിച്ചയായിരുന്നു. PKR പിള്ള ഒത്തിരി നിർബന്ധിച്ചത് ചിത്രം എന്ന സിനിമ ഏറ്റെടുക്കാനായിരുന്നു. അങ്ങനെ കൂടുതൽ നിർബന്ധിച്ചത് കൊണ്ടാണ് ബഷീർക്കയ്ക്ക് ചിത്രം എന്ന സിനിമയുടെ വിജയത്തെക്കുറിച്ച് സംശയം തോന്നിയത്. സിനിമയിൽ സജീവമാകുന്നതിന് മുമ്പ് ഒരു ദിവസം അദ്ദേഹം എന്നെ ഫോൺ ചെയ്ത് നമുക്കൊന്ന് മദ്രാസ് വരെ പോയിട്ട് വരാം എന്ന് പറയുന്നു. ഓക്കെ പറഞ്ഞ് ഞാൻ അദ്ദേഹത്തിന്റെ അരികിൽ എത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു ലോറി മദ്രാസിലേക്ക് പോകുന്നുണ്ട്, അതിൽ കയറി നമുക്ക് പോകാമെന്നായി. അങ്ങനെ രാത്രി മുഴുവൻ ലോറിയിൽ യാത്ര ചെയ്ത് ഞങ്ങൾ മദ്രാസിലെത്തി. മദ്രാസിലെ വുഡ്ലാൻഡ്സ് ഹോട്ടലിൽ നമുക്ക് താമസിക്കാനായി ഒരു കോട്ടേജ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ ബഷീർക്കയ്ക്ക് അർജന്റായി ആരെയോ മീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു. വൈകുന്നേരം ഞാൻ റൂമിലിരിക്കുമ്പോൾ വെളിയിൽ പോയിരുന്ന ബഷീർക്ക പെട്ടെന്ന് റൂമിലേക്ക് കടന്നു വന്ന് ബാത്റൂമിൽ പോയി അംഗശുദ്ധി വരുത്തി തിടുക്കത്തിൽ നിസ്കരിക്കുന്നത് ഞാൻ കണ്ടു. നിസ്കാരം കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, എന്തു പറ്റി ഈ പെട്ടെന്നുള്ള നമസ്കാരം? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്റെ പഴയ ബോസ് അപ്പുറത്ത് കോട്ടേജിലുണ്ട്, ഞാൻ അദ്ദേഹത്തെ കാണാനാണ് പോയിരുന്നത്. അദ്ദേഹം വന്നതാകട്ടെ ഒരു പുതുപുത്തൻ ബെൻസ് കാറിലും. ഞാൻ ബോസിനോട് ആ കാറിനെ കുറിച്ച് പല കാര്യങ്ങളും കൗതുകത്തോടെ ചോദിച്ചു കൊണ്ടിരുന്നു. എന്റെ തുടരെയുള്ള ചോദ്യങ്ങൾ കേട്ട് അദ്ദേഹം പറഞ്ഞു, നിനക്ക് ഈ കാർ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നല്ലോ, എന്നാൽ ഒരു കാര്യം ചെയ്യൂ, നീ കാറങ്ങ് എടുത്തോ എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ ബുക്കും പേപ്പറും ചാവിയും ഒക്കെ എന്റെ കയ്യിലേക്ക് തന്നു. അതിന്റെ നന്ദി സൂചകമായിട്ടാണ് ഞാൻ ഓടി വന്ന് നിസ്കരിച്ചത്. അങ്ങനെ മദ്രാസിലേക്ക് ലോറിയിൽ കഷ്ടപ്പെട്ടു പോയിരുന്ന ഞങ്ങൾ തിരിച്ചു വന്നത് ഒരു പുതുപുത്തൻ വെള്ള ബെൻസ് കാറിലാണ്. ഈ സംഭവം ഞാൻ ബഷീർക്കായെ കാണുമ്പോഴൊക്കെ ഓർമ്മിപ്പിക്കാറുണ്ട്. ലോറിയിൽ പോയി ബെൻസ് കാറിൽ തിരിച്ചു വന്ന കഥ. ബഷീർക്ക എന്നെ പോലെ തന്നെ അടുത്ത ബന്ധം നടൻ രതീഷുമായും പുലർത്തിയിരുന്നു. രതീഷിന്റെ മരണശേഷവും ആ കുടുംബത്തോട് അദ്ദേഹം ആ സ്നേഹവും ബന്ധവും തുടരുന്നുമുണ്ട്. ബഷീർക്ക പഴയ ഓലമേഞ്ഞ തിയേറ്ററൊക്കെ മാറ്റി വലിയ മൾട്ടിപ്ലക്സ് ലിബർട്ടി തിയേറ്റർ ആക്കി കഴിഞ്ഞു. ഇപ്പോഴും സിനിമാ സംബന്ധമായ ജോലികളുമായി അദ്ദേഹം സജീവമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. എന്തൊക്കെയായാലും ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ, അദ്ദേഹം തികഞ്ഞ ഒരു മനുഷ്യസ്നേഹിയാണ്. ഒരുപാട് പേരെ കഷ്ടപ്പാടുകളിലും ബുദ്ധിമുട്ടുകളിലും സഹായിച്ചിട്ടുണ്ടെന്നുള്ളത് എനിക്ക് നേരിട്ടറിയാവുന്നതാണ്. അതൊന്നും പൊങ്ങച്ചത്തിന് വേണ്ടിയോ ക്രെഡിറ്റിന് വേണ്ടിയോ ഒരിക്കലും എവിടെയും പറഞ്ഞിട്ടുമില്ല. മമ്മൂട്ടിയോടും മോഹൻലാലിനോടും ഒരേപോലെ ബന്ധം പുലർത്തുന്ന ആളാണ് ബഷീർക്ക. തന്റെ അഭിപ്രായം ധൈര്യസമേതം എപ്പോഴും തുറന്നു പറയുന്ന ആൾ കൂടിയാണ്. ശരിയുടെ പക്ഷത്തെ അദ്ദേഹം നിൽക്കാറുള്ളൂ. ഈ അടുത്ത സമയത്ത് ബഷീർക്ക എന്നോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. മലയാളത്തിലെ സൂപ്പർ സ്റ്റാർ ഒക്കെ പലരെയും സഹായിച്ചിട്ടുണ്ടെങ്കിലും സുരേഷ് ഗോപി ചെയ്തിട്ടുള്ള പോലെ സഹായം ഇവിടെ ഒരുത്തനും ചെയ്തിട്ടില്ല. ഇത് ബഷീർക്ക എന്നോട് പറഞ്ഞതാണ്. ബഷീർക്ക എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ യാഥാർത്ഥ്യമുണ്ടാകും. വിശ്വസിച്ചാലും ഇല്ലെങ്കിലും എന്ന സിനിമയുടെ ഷൂട്ടിംഗ് വേളയിൽ ഞാൻ പരിചയപ്പെട്ട അടുത്തറിഞ്ഞ ബഷീർക്കയുടെ കഥകൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അത് സത്യമാണ്. ബഷീർക്കയ്ക്ക് നല്ലത് ഭവിക്കട്ടെ. എവിടെയാണോ നമ്മൾ തോറ്റത് അവിടെ നിന്നും ജയിക്കാൻ ശ്രമിക്കണം. എവിടെയാണോ നമ്മൾ കരഞ്ഞത് അവിടെ നിന്നും ചിരിക്കാൻ പഠിക്കണം. എവിടെയാണോ നമ്മൾ തകർന്നത് അവിടെ നിന്നും ഉയർത്തെഴുന്നേൽക്കണം. നിർത്തുന്നു. നന്ദി, നമസ്കാരം.